Dear students, welcome back to English class. Our next lesson is The Happiness Machine by Ray Douglas Bradbury. Ray Douglas Bradbury എഴുതിയ ഹാപ്പിനെസ് മെഷീൻ എന്നതാണ് നമ്മളുടെ അടുത്ത പാഠഭാഗം. The main characters in the story, Leo Hoffman and his wife Lena Hoffman and their 6 children, Saul, Naomi, Marshall, Rebecca, റൂത്ത് ആൻഡ് ജോസഫ്. കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ലിയോ ഹോഫ്മാനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലെന ഹോഫ്മാൻ, അവരുടെ 6 കുട്ടികൾ സോൾ, നവോമി, മാർഷൽ, റെബേക്ക, റൂത്ത് ആൻഡ് ജോസഫ്. ഇത്രയും കഥാപാത്രങ്ങളാണ് നമ്മളുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ സ്റ്റോറി. ദി ഹാപ്പിനെസ് മെഷീൻ. One day, Leo Hoffman moved slowly through his garage, which he has changed into a workshop for his mastercraft and novel invention, the happiness machine. ഒരു ദിവസം ലിയോ ഹോഫ്മാൻ തൻ്റെ ഗാരേജിലൂടെ സാവധാനം നടന്നു നീങ്ങി. ആ ഗാരേജ് ഇപ്പോൾ ദ ഹാപ്പിനെസ് മെഷീൻ, സന്തോഷയന്ത്രം എന്ന തൻ്റെ ഏറ്റവും നൂതനവും വൈദഗ്ധ്യം നിറഞ്ഞതുമായ കണ്ടുപിടുത്തത്തിൻ്റെ വർക്ക്ഷോപ്പായി മാറിയിരിക്കുകയാണ്. He started searching for some wood, a coal of fire, a hammer, spanners and the like. A perplexing question was forming in his mind. Should the machine be something you carry in your pocket or something that carries you in its pocket? Anyway, the machine should make one happy. കുറച്ചു മരം, വയർ ചുരുളുകൾ, ചുറ്റിക, സ്പാനറുകൾ തുടങ്ങിയവയ്ക്കായി അദ്ദേഹം തിരയാൻ തുടങ്ങി. അയാളുടെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചോദ്യം രൂപപ്പെട്ടു. ആ യന്ത്രം നിങ്ങളുടെ പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നാകണമോ, അതോ അത് നിങ്ങളെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ഉള്ള ഒന്നാകണമോ? എന്തായാലും ആ യന്ത്രം ഒരാളെ സന്തോഷിപ്പിക്കണം, അയാൾ വിചാരിച്ചു. How can you make one happy? How can you find happiness in your life? What are the feelings associated with happiness? നിങ്ങൾക്ക് എങ്ങനെ ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയും? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താനാകും? സന്തോഷവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ എന്തൊക്കെയാണ്? He went into the house with his dictionary and sat on the table where his wife was ironing the clothes. Lena, are you pleased, contented, joyful or delighted? തൻ്റെ നിഘണ്ടുവുമായി അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെന്ന് ഭാര്യ വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്ന മേശപ്പുറത്തിരുന്നു. ലെന, നീ സന്തോഷവതിയാണോ, സംതൃപ്തവതിയാണോ, ആഹ്ലാദവതിയാണോ? She stopped the work. Read out the list again, please. അവൾ തൻ്റെ ജോലി നിർത്തി ദയവായി ആ ലിസ്റ്റ് ഒരിക്കൽ കൂടി വായിക്കുവാൻ ആവശ്യപ്പെട്ടു. Closing the book, he said, say yes or no. പുസ്തകം അടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുക. Aren't you happy, joyful or delighted? നീ സന്തോഷവതിയോ ഉല്ലാസവതിയോ ആഹ്ലാദവതിയോ ഒന്നുമല്ലേ? Our domestic ones are contented. Our babies and people of second childhood here are delighted. Do you think whether I am happy doing all these household chores? നമ്മുടെ വീട്ടുജോലിക്കാർ സംതൃപ്തരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും രണ്ടാം ബാല്യത്തിലെത്തിയ, അതായത് പ്രായമായ ആളുകളും സന്തോഷവാന്മാരാണ്. ഈ വീട്ടുജോലികളെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ സന്തോഷവതിയാണെന്ന് നീ കരുതുന്നുണ്ടോ? I know. I am trying to solve all your complaints. എനിക്കറിയാം, നിൻ്റെ എല്ലാ പരാതികളും പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. I am not complaining, Lee, and never complain. But please don't ask such crazy questions for which you may not get the answer. ഞാൻ ലിയോട് പരാതിപ്പെടുകയല്ല, ഒരിക്കലും പരാതിപ്പെടുകയുമില്ല. എന്നാൽ താങ്കൾ ഒരിക്കലും ഉത്തരം ലഭിക്കാത്ത തരം ഭ്രാന്തൻ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത്. Suddenly Lena Hoffman froze and sniffed the air. Oh my God, look at what you have done. She pulled the oven door open.
A thick cloud of smoke whirled through the kitchen. And that is happiness. You talk to me for the first time in 6 months, and for the first time in 20 years, our supper bread has turned into charcoal. പെട്ടെന്ന് ലെന ഓഫ്മാൻ മരവിച്ച പോലെ നിശ്ചലയായി നിന്നുകൊണ്ട് വായുവിൽ മണം പിടിച്ചു. ഓ എൻ്റെ ദൈവമേ, നീ ചെയ്തതെന്തെന്ന് നോക്കൂ. അവൾ അടുപ്പിൻ്റെ വാതിൽ വലിച്ചു തുറന്നു. കനത്ത പുകച്ചുരുളുകൾ അടുക്കളയിലൂടെ ചുറ്റിക്കറങ്ങി. ഇതാണ് സന്തോഷം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നീ ആദ്യമായി എന്നോട് സംസാരിച്ചു. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇതാദ്യമായി നമ്മുടെ അത്താഴ റൊട്ടി കരിക്കട്ടയായി മാറി. ലിയോ ഓഫ്മാൻ evaded from the kitchen when the smoke subdued. പുക അയാളെ കീഴടക്കിയപ്പോൾ ലിയോ ഓഫ്മാൻ അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടു. ക്ലിങ്സ്, ക്ലാങ്സ്, റിങ്സ്, ബീപ്സ്, സൗണ്ട് ഓഫ് ടോയിൽ echoed rhythmically from the garage. He peered in to see even slightest happiness on any face and any nook and corner. Those days were without food, rest and sleep. But he was thrilled to see the machine in shape. ലോഹങ്ങൾ കൂട്ടിമുട്ടുന്നത് പോലെയുള്ളതും ബീപ്പിംഗ്, റിങ്ങിങ് പോലുള്ളതുമായ അധ്വാനത്തിൻ്റെ ചില ശബ്ദങ്ങൾ ഗാരേജിൽ നിന്ന് താളാത്മകമായി പ്രതിധ്വനിച്ചു. ആരുടെയെങ്കിലും മുഖത്തോ ഏതെങ്കിലും മുക്കിയിലോ മൂലയിലോ ചെറിയ സന്തോഷമെങ്കിലും കാണാൻ അദ്ദേഹം ഉറ്റുനോക്കി. ഭക്ഷണവും വിശ്രമവും ഉറക്കവും ഒന്നില്ലാതെയായിരുന്നു ആ ദിവസങ്ങൾ. എന്നാൽ തൻ്റെ യന്ത്രത്തിൻ്റെ ആകൃതി പൂർത്തിയായതായി കണ്ടപ്പോൾ അദ്ദേഹം ആഹ്ലാദപുളകിതനായി. "The happiness machine is ready," husked Leo Hoffman, sneaking into the kitchen. സന്തോഷ മെഷീൻ റെഡിയായിരിക്കുന്നു, ലിയോ ഓഫ്മാൻ അടുക്കളയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. "ലീ, you lost your pounds and your children were lacking your care. But you say the machine is ready. Please leave off with what you are making. Man can't make such changes." "ലീ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം നഷ്ടപ്പെട്ടു. നമ്മുടെ കുട്ടികൾക്ക് നിൻ്റെ പരിചരണം ഇല്ലാതായി. എന്നാൽ സന്തോഷ മെഷീൻ തയ്യാറാക്കണമെന്ന് നീ പറയുന്നു. എന്താണോ നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഉപേക്ഷിക്കുക. മനുഷ്യന് അത്തരം മാറ്റങ്ങൾ ഒന്നും വരുത്താൻ സാധിക്കില്ല." He was awakened the next morning by the vague sounds of birds, dogs and people. The birds were fluttering around the roof and the dogs were near the door of the garage. People peered over the fence to the garage. പക്ഷികളുടെയും നായ്ക്കളുടെയും ആളുകളുടെയും അവ്യക്തമായ ശബ്ദങ്ങൾ പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ ഉണർത്തി. പക്ഷികൾ മേൽക്കൂരയ്ക്ക് ചുറ്റും പറക്കുന്നു. നായ്ക്കൾ ഗാരേജിലെ വാതിലിനടുത്തായിരുന്നു. ആളുകൾ വേലിക്ക് മുകളിലൂടെ ഗാരേജിലേക്ക് എത്തി നോക്കി. The sound of the happiness machine. It was the sort of sound with all kinds of humming in varied frequencies. സന്തോഷയന്ത്രത്തിൻ്റെ ശബ്ദം വ്യത്യസ്ത ആവൃത്തികളിൽ മൂളുന്ന തരം ശബ്ദമായിരുന്നു അത്. "Tell me," Lena said quietly, standing by his side looking into the garage. "Could that make old man young? Or I'd be happy in that box if you died of overwork? I'd be left alone by you and children with all those tedious household tasks. Can the machine get all things done for the house, the kitchen and the children?" എന്നോട് പറയൂ, ഗാരേജിലേക്ക് നോക്കിക്കൊണ്ട് ലെന ശാന്തമായി പറഞ്ഞു. "ഇത് വൃദ്ധന്മാരെ ചെറുപ്പക്കാരാക്കുമോ? അതോ അമിത ജോലി മൂലം നീ മരിച്ചാൽ ആ പെട്ടിയിൽ എനിക്ക് സന്തോഷം കണ്ടെത്താനാകുമോ? മടുപ്പിക്കുന്ന വീട്ടുജോലികൾക്കൊപ്പം നീയും കുട്ടികളും എന്നെ തനിച്ചാക്കും. വീടിനും അടുക്കളയ്ക്കും കുട്ടികൾക്കുമായി എല്ലാം ചെയ്യാൻ ഈ യന്ത്രത്തിന് കഴിയുമോ?" ലെന ചോദിച്ചു. "That's not how it's made. അങ്ങനെയല്ല അത് നിർമ്മിച്ചിരിക്കുന്നത്." "Then I have got no time to look. I'm sorry." She kissed his cheek and left the room. എന്നാൽ പിന്നെ എനിക്ക് അത് കാണാൻ സമയമില്ല, ക്ഷമിക്കണം. അവൾ അവൻ്റെ കവിളിൽ ചുംബിച്ച് ആ മുറി വിട്ടുപോയി. "This is not the right time," he thought. "Let's try the machine tomorrow." ഇത് അനുയോജ്യമായ സമയമല്ല, നമുക്ക് മെഷീൻ നാളെ പരീക്ഷിക്കാം, അദ്ദേഹം തീരുമാനിച്ചു. Late that night he heard someone crying. He entered the children's room and saw Saul weeping bitterly, burying his face in the pillow. "Saul,
you had a nightmare?" The boy wept. Then in the moonlight he saw the open door of the garage. He went down and entered the garage and found the happiness machine terribly hot. So he was inside. Couldn't the machine make him happy? അന്നു രാത്രി വൈകി ആരോ കരയുന്നത് അയാൾ കേട്ടു. അയാൾ കുട്ടികളുടെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ സോൾ തലയിണയിൽ മുഖം പൂഴ്ത്തി തേങ്ങി കരയുന്നത് കണ്ടു. "സോൾ, നീ വല്ല പേടി സ്വപ്നവും കണ്ടോ?" ആ കുട്ടി അപ്പോഴും കരഞ്ഞു. അപ്പോൾ ഗാരേജിൻ്റെ തുറന്ന വാതിൽ നിലാവെളിച്ചത്തിൽ അയാൾ കണ്ടു. അയാൾ ഇറങ്ങി ഗാരേജിൽ പ്രവേശിച്ചപ്പോൾ ഹാപ്പിനെസ് മെഷീൻ ഭയങ്കരമായി ചൂടുപിടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് സോൾ യന്ത്രത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. യന്ത്രത്തിന് അവനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? ലിയോ ചിന്തിച്ചു. The next day, Leo succeeded in leading his wife to the 8-foot tall, orange-colored machine. "Okay, you test your damn thing with me and spare my children. Don't give them nightmares." പിറ്റേന്ന് ലിയോ തൻ്റെ ഭാര്യയെ 8 അടി ഉയരമുള്ള ഓറഞ്ച് നിറമുള്ള ആ യന്ത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ വിജയിച്ചു. "ശരി, നിന്റെ നാശം പിടിച്ച യന്ത്രം എന്നെ വെച്ച് പരീക്ഷിക്കുക. എൻ്റെ കുട്ടികളെ ഒഴിവാക്കുക. അവർക്ക് പേടി സ്വപ്നങ്ങൾ നൽകരുത്." All the children gather around the box. "Which button do I need to press to make myself overenjoyed, contented and delighted?" കുട്ടികളെല്ലാം ആ പെട്ടിക്ക് ചുറ്റും കൂടി. "എന്നെ സന്തോഷിപ്പിക്കാനും സംതൃപ്തിയാക്കാനും ഏത് ബട്ടനാണ് ഞാൻ അമർത്തേണ്ടത്?" "മമ്മ," said Saul. "Don't." "അമ്മേ, അരുത്," സോൾ വിളിച്ചു പറഞ്ഞു. "We need to check it out, Saul." She got into the machine, sat and looked at her husband. "Not for me, dear. It's for you, nervous wreck." "സോൾ, നമുക്കിത് പരീക്ഷിക്കേണ്ടതുണ്ട്." അവൾ മെഷീനിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഭർത്താവിനെ നോക്കി. "എനിക്ക് വേണ്ടിയല്ല. ഇത് ആകെ പരിഭ്രമിച്ചു നിൽക്കുന്ന നിനക്ക് വേണ്ടിയാണ്, ഡിയർ." "Please," he said, "press the button and you will see." "ദയവായി ആ ബട്ടൺ അമർത്തു, നിനക്ക് കാണാം," ലിയോ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. The door was shut. There was a click and the machine shivered and growled like a wild dog. വാതിലടച്ചു. ഒരു ക്ലിക്ക് ശബ്ദം കേട്ടു. യന്ത്രമൊന്ന് വിറച്ചു. നായകൾ ഉണ്ടാക്കുന്നത് പോലെയുള്ള മുരൾച്ച ശബ്ദമുണ്ടാക്കി. "പപ്പ," Saul hugged his father from behind. "Is Mama all right?" asked Naomi. The machine continued to making strange sounds. "പപ്പ," സോൾ തൻ്റെ പിതാവിനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. "അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?" നയോമി ചോദിച്ചു. യന്ത്രം വിചിത്രമായ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. Okay, my dear students, that's all for today. See you in next class. Thank you.